ആഹാ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ വീട്ടിലങ്ങ് സ്ഥിരം താമസം ആക്കിയാൽ പോരായിരുന്നോ? 2 ദിവസമൊന്നും പറഞ്ഞില്ലടി നീ നിന്റെ വീട്ടിലോട്ട് പോയത്. ഇപ്പം എത്ര ദിവസമായി? അല്ല, എൻ്റെ വാക്കൊക്കെ ധിക്കരിക്കാനാണോ നിന്റെ ഭാഗം? അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ പൊന്നുമോൾ അങ്ങ് നേരെ വീട്ടിലോട്ട് അങ്ങ് പൊക്കോ. ധിക്കരിച്ചൊന്നും അല്ല അമ്മ. ഞാനിവിടെ ചെന്നപ്പോൾ തന്നെ ഉമ്മക്ക് തീരെ വയ്യായിരുന്നു, പനിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവിടെ റിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ 2 ദിവസം നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ. പിന്നെ പനിയൊക്കെ കുറഞ്ഞിട്ട് വരാമെന്ന് കരുതി. ഞാൻ ഇക്കയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇക്ക ഒന്നും പറഞ്ഞില്ലേ? നിന്റെ ഇക്കടുത്ത് മാത്രം പറഞ്ഞാൽ മതിയാ? ഞാൻ അറിയണ്ടേ നീ എപ്പോൾ വരും, എന്നാ വരുന്നതെന്നൊക്കെ ഞാൻ അറിയണ്ടേ? നിന്റെ ഇക്കയെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ. ആ, നീ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിലോട്ട് ചെല്ല്. അവിടെ എല്ലാം പുഴുത്ത് നാറി കിടക്കുക. എനിക്കാണെങ്കിൽ വയ്യങ്ങ്. പനിയുടെയൊക്കെ എന്തൊക്കെയോ ഒരു ലക്ഷണങ്ങളും തലവേദനയും ശരീരം വേദനയൊക്കെയാണ്. നീ ഉച്ചകളത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. മീനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും നേരം ഒന്ന് കിടക്കുകയായിരുന്നു. നീ അകത്തോട്ട് ചെല്ല് ചെല്ല്. എൻ്റെ പൊന്നു നാത്തൂനെ, ഇനിയെങ്കിലും ഈ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? എന്തുവാ ഇത്? എന്ത് സ്വഭാവം? അത് എൻ്റെ ഉമ്മയുടെ സ്വഭാവ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം വീട്ടിൽ പോയിട്ട് വന്ന മരുമകൾ ഇങ്ങനെ അങ്ങ് ശിക്ഷിക്കണോ? വേറെങ്ങും അല്ലല്ലോ പോയത്, സ്വന്തം വീട്ടിലല്ലേ പോയത്. ഇതിപ്പോലെ പണ്ടില്ല രാജാക്കന്മാരുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്നത് പോലെ നാത്തൂന് ശരിക്കും അങ്ങോട്ട് മറുപടി അങ്ങോട്ട് പറഞ്ഞൂടെ ഉമ്മ അടുത്ത്? പറഞ്ഞ തീരും. കാര്യമൊക്കെ ശരി എൻ്റെ ഉമ്മക തന്നെ. പക്ഷെ എൻ്റെ ഉമ്മ ഉണ്ടല്ലോ ഇച്ചിരി ഓവറാണ് കാണിക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ ഉമ്മ. വഴക്കപ്പൊക്കെ പറയും. പക്ഷേ ഇത് ഇച്ചിരി കൂടുതലാണ്. ഇത് നാത്തൂനൊന്നും പറയത്തോണ്ടല്ലോ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. 2 ദിവസം സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് വന്നപ്പോൾ ഇങ്ങനെ. അപ്പോൾ പിന്നെ ഇവിടൊക്കെ ഇവിടുത്തെ പുകില് പറയാനുണ്ടോ? നല്ല ശരിക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഉമ്മ ഒന്നും മിണ്ടത്തില്ല. ഇത് മിണ്ടാ നിന്ന് കേട്ടതുകൊണ്ടാണ് ഉമ്മ പിന്നെയും പിന്നെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അതോ? അതൊന്നും സാരമില്ല. ഉമ്മ അല്ലേ, ഉമ്മ പറഞ്ഞോട്ടെ. ഇപ്പം ഉമ്മ പറഞ്ഞതിന് അനുസരിച്ച് ഞാൻ മറുപടിയൊക്കെ കൊടുക്കാതിരുന്നാൽ പിന്നെ അത് മുട്ട മഴക്കാവും. ഉമ്മ അത് പറഞ്ഞത് അതങ്ങ് തീർക്കും. പിന്നെ ഉമ്മ അതിനെപ്പറ്റി സംസാരിക്കാറുമില്ല. വെറുതെ ഞാനും കൂടെ സംസാരിച്ച് വഴക്കാക്കുന്നു. എനിക്കതിന് താല്പര്യമില്ല. ഉമ്മക്ക് ഇഷ്ടമുള്ളത് ഉമ്മ പറയട്ടെ. പിന്നെ ഇത് ഞാനിവിടെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ ഇക്കായെ വിളിച്ച് ഇക്കയുടെ സമാധാനം കളയും. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആളെയൊക്കെ വിളിച്ചെന്തിനാ? ഇതൊക്കെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? ഉമ്മ പലതുമൊക്കെ പറയുന്നേ, ഞാനത് കണ്ടില്ല കേട്ടില്ല എന്നടിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഞാൻ വൈകി, അതിനുള്ള ദേഷ്യം അതങ്ങ് മാറിക്കോളന്നേ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉമ്മക തന്നെ അത് ഓർമ്മ കാണത്തിലും എന്താ പറഞ്ഞത്. വെറുതെ എന്തിനാ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഉച്ചകളത്തേക്ക് എന്തെല്ലാം ആക്കണം. ഞാൻ ഈ വെറുതെ ഒന്ന് ഊരിയിട്ട് അടുക്കളോട്ട് ചെല്ലട്ടെ. ഓ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കേൾക്കോ കേൾക്കാതിരിക്കും, അത് അവർ ഇഷ്ടം. ഈ ജീവിതകാലം മുഴുവനെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ആ ആ നീ ഇന്ന് തന്നെ പോവാന്നോടി അങ്ങോട്ട്? ആ, പോകണമെന്നും എനിക്കില്ല. പക്ഷേ അവിടെ നിന്ന് വിളി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ. പിന്നെ എനിക്ക് പോകാൻ നല്ല മടിയുണ്ട്. ഉമ്മാക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യാം. ഉമ്മ ഇക്കയെ വിളിച്ചെന്ന് പറ, ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂന്ന്. അല്ലാതെ ഉമ്മ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അത് തന്നെ, ഉമ്മ ഇക്കയെ ഒന്ന് വിളിച്ചിട്ട് പറ, ഞാൻ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂന്ന്. പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പോകാമല്ലോ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഓ, എൻ്റെ പൊന്നുമോളെ, നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. ഏ, ഇനിയെങ്കിലും നീ അങ്ങോട്ട് പോകാതിരുന്ന ആ തള്ള എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് നീ പോവാൻ നോക്ക്. ചെല്ല്. ഇല്ല, ഞാൻ പോകുന്നില്ല അമ്മ. ഉമ്മയുടെ കാര്യം ആരും നോക്കുമെന്നും പറഞ്ഞോണ്ടാ. പിന്നെ നിങ്ങൾ ശത്രുക്കളെ പോലെ കഴിയുന്ന അമ്മായിമ്മയും മരുമകളും. ഇപ്പം നാത്തൂനെ പറ്റിയ അവസരം. ഇപ്പം ഉമ്മക്ക് വയ്യാതെ കിടക്കുന്നുണ്ടേ അവരെന്തും ചെയ്യാൻ മടിക്കത്തില്ല. അതുകൊണ്ടേ ഞാൻ പോകുന്നില്ല. ഉമ്മയ്ക്കായെന്ന് വിളിച്ചേ പറഞ്ഞിട്ട് പറ, ഞാൻ വരുന്നില്ല, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവൾ കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറ. അല്ലാതെ എനിക്ക് പറ്റത്തൊന്നുമില്ല. തക്ക നോക്കി നടക്കുക. കാരണം ഉമ്മ എന്തൊക്കെയാ നാത്തൂനെ പറയുന്നത്. അതുകൊണ്ട് തരം കിട്ടിയല്ലേ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും അവർ. ഇപ്പോൾ വയ്യാതിരിക്കുന്നത് കൊണ്ട് ഇപ്പം നല്ല സുഖമാണല്ലോ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഉമ്മയ്ക്കായെന്ന് വിളിച്ച് പറ. ആരവളോ? എനിക്ക് ഈ വയ്യാഴികയൊക്കെ വന്നാൽ എന്നെ നോക്കുന്നത് അവൾ തന്നെയാണ്. പിന്നെ അവൾ വഴക്കൊക്കെ പറയുന്നതല്ലേ നീ കണ്ടിട്ടുള്ളൂ. എടി, ഞാൻ വഴക്ക് പറയുന്നത് അവളെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നും അല്ല. എനിക്കിപ്പോൾ നിന്നെപ്പോലെ തന്നെയാണ് അവൾ. അവൾ എന്നോട് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അവളുടെ ഉമ്മാക്ക് കൊടുക്കുന്ന സ്നേഹം പോലെ അവൾ എനിക്കും തരുന്നത്. പിന്നെ തെറ്റ് കണ്ട ആരായാലും വഴക്ക് പറയും. ദേ, നീ കണ്ടിട്ടുണ്ടല്ലോ അവളെ ഞാൻ എന്തെല്ലാം ഞാൻ വഴക്ക് പറയുന്നുണ്ട്.
അവൾ എന്നെ തിരിച്ച് ഒരു അക്ഷരം എന്നെ തിരിച്ചു തീർക്കും പറഞ്ഞിട്ടില്ല, പറയത്തില്ലെന്ന് എനിക്കറിയാം. അത്ര ധൈര്യത്തോടെ അവളെ ഞാൻ വഴക്ക് പറയും. നിന്നെ ഞാൻ എങ്ങനെ വഴക്ക് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ അവളെ വഴക്ക് പറയുന്നത്. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവൻ തന്നെ. എനിക്കൊരു വയ്യാഴിക വന്നാലുണ്ടല്ലോ അവൾ എൻ്റെ പൊന്നു പോലെ നോക്കും. ഇപ്പം തന്നെ ഒരു പനിയുടെ ഒരു ലക്ഷണം എന്ന് അവൾ വന്നു കയറിയപ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത്. പിന്നെ അവൾ എൻ്റെ അടുത്തൊന്നും മാറിയില്ല. അവൾക്ക് എൻ്റെ അടുത്ത് ശത്രുത കാണിക്കാൻ. അവളവിടെ വീട്ടിൽ പോകുമെന്ന് പറയുമ്പം തന്നെ എനിക്ക് വിഷമ. 1-2 ദിവസം പോലും കാണാതിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതിനൊക്കെയാണ് അവിടുത്തെ ദേഷ്യപ്പെടുന്നത്. അല്ലാതെ അവളിവിടെ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഒരു വക അവൾ ചെയ്യിപ്പിക്കത്തു പോലുമില്ല. പിന്നെ നീ കാണുന്ന പോലെ നീ വിചാരിക്കുന്ന എനിക്ക് അവിടുത്തെ ദേഷ്യമാണെന്നാണ്. എനിക്കൊരു ദേഷ്യം എനിക്കില്ല. എന്നാൽ പിന്നെ അവൾ എൻ്റെ അടുത്ത് എന്തെല്ലാം പറയേണ്ടതാ. അല്ലാതെ നീ ഇവിടെ നിന്ന് എന്നെ നോക്കണമെന്നൊന്നും ഞാൻ വാശി പിടിക്കത്തൊന്നുമില്ല. നീ നോക്കുന്നതിനെക്കാട്ടി നല്ല വൃത്തിക്ക് തന്നെ എൻ്റെ മോള് നോക്കും. അല്ല എൻ്റെ മരുമകളല്ല അത്, എൻ്റെ മോളാണ് അവൾ. അതുകൊണ്ടേ നീ ആ കാര്യത്തിൽ എന്നെ പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഉമ്മാക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ടൊന്നും നീ പോകാതിരിക്കൊന്നും വേണ്ട. നീയേ നിൻ്റെ അമ്മായിമ്മ ചെന്ന് നോക്ക്. ആ തള്ള ഇന്നലെ എത്ര ദിവസം കൊണ്ട് നിന്നെ കിടന്ന് വിളിക്കുക. നീ ചെവിക്ക് കൊള്ളുന്ന പോലുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരോട് തല്ലു പിടിക്കാനും വഴക്കിടാനൊന്നും നിൽക്കരുത്, പറഞ്ഞേക്കാം. ഇങ്ങോട്ട് വരാനും നിൽക്കണ്ട വഴക്ക് കൂടിയിട്ട്. അതുകൊണ്ട് നീയേ പോകാൻ നോക്ക്. എൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട. എന്നെ അവളെ പൊന്നു പോലെ നോക്കിക്കോളും. ഓ, നിന്റെ സംശയമൊക്കെ തീർന്നാ? നീ വിചാരിച്ചിരിക്കുന്നത് ഞാനും ഉമ്മയും തമ്മിലുള്ള ഭയങ്കര വഴക്കും എനിക്ക് ഉമ്മടുത്ത് ദേഷ്യമൊക്കെ ആവുന്നില്ലേ? നീ പല പണിയൊക്കെ എൻ്റെ അടുത്തും ചെയ്തിട്ടുണ്ട്. അത് ഉമ്മാക്കറിയാം. നീ എൻ്റെ അടുത്ത് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് അത് ഇനി മാറാനും പോകുന്നില്ല മോളെ. പിന്നെ ഉമ്മാക്ക് എന്നെ വഴക്ക് പറയോ അടിക്കോ എന്താണ് ചെയ്യട്ടെ, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. പിന്നെ ഞങ്ങളോട് സ്നേഹം ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ എൻ്റെ അമ്മായിമ്മയെ കാണുന്നത് അമ്മായിമ്മയായിട്ടല്ല, എൻ്റെ സ്വന്തം ഉമ്മായെപ്പോലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഉമ്മ ഇനി എന്ത് പറഞ്ഞാലും എന്നെ അടിച്ചാലും എനിക്കൊരു കയറും ദേഷ്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഉമ്മാക്ക് വയ്യാഴിക വന്നാൽ അതെനിക്കറിയാം നല്ല നോക്കാൻ. നീ അല്ലല്ലോ നോക്കുന്നത്, ഞാനല്ലേ നോക്കുന്നത്. അതുകൊണ്ട് നീ ഉമ്മയെ പറഞ്ഞ് ഓരോന്നും തിരിപ്പിക്കാൻ നോക്കേണ്ട, ഉമ്മ തിരിയത്തില്ല. ഉമ്മാക്ക് ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഉമ്മ ആരാണെന്നും എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. അതുകൊണ്ട് നീ അത് ഉദ്ദേശിച്ചൊന്നും നീ ഇവിടെ നിൽക്കാൻ നോക്കണ്ട. നീ നിൻ്റെ അമ്മായിമ്മ ചെന്ന് നോക്ക്. പിന്നെ ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അതിനകത്തൊന്നും നീ തലയിടേണ്ട കാര്യമില്ല. നീ സമാധാനമായിട്ട് നീ പോകാൻ നോക്ക്. കുറച്ച് ദിവസമായില്ലേ ആ ഉമ്മ കടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. നീ ഇനിയെങ്കിലും നിൻ്റെ അമ്മായിമ്മയ്ക്ക് ഒരു വില കൊടുക്കുന്നേ, കേട്ടല്ലോ? അവൾ പൊക്കോളും. ഉമ്മ വാ, ഞാനേ ചൂട് കഞ്ഞി എടുത്ത് വെച്ചിരുന്നിട്ട് ടേബിളിൻ്റെ പുറത്ത്. ഇനി അതും കുടിച്ച് മരുന്നും കഴിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് മട അസുഖം പകുതി ഭേദമാവും.